പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ വീണ്ടും തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യം വായിക്കുമ്പോൾ മനോഹരമായ ഒരു സംഭവത്തെക്കുറിച്ച് അവിടെ വിവരിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രനുണ്ടായിരുന്നു, അവളുടെ തലയിൽ ഒരു കിരീടമുണ്ടായിരുന്നു. ആ കിരീടം 12 നക്ഷത്രങ്ങൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയതായ കിരീടം. ഇങ്ങനെ 12 നക്ഷത്രങ്ങൾ കൊണ്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതായ സൂര്യനെയും അണിഞ്ഞ് ചന്ദ്രനിലും നിൽക്കുന്നതായ സ്ത്രീ പൂർണ്ണ ആരോഗ്യവതിയാണ്. അവൾ പ്രസവവേദനപ്പെട്ടു, നിലവിളിച്ചു. സകല ജാതികളെയും മേയ്പ്പാൻ ആരോഗ്യമുള്ള അധികാരമുള്ള ഒരാൺകുട്ടിയെ അവൾ പ്രസവിച്ച ഉടനെ കുട്ടി സ്വർഗസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. എന്നാൽ അവനെ വിഴുങ്ങിക്കളയുവാൻ അവലോട് കാത്തുനിന്ന സർപ്പത്തിൻ്റെ കൈക്കീഴിൽ വലയത്തിൽ അവൻ പെടാതെ രക്ഷപ്പെടുവാൻ പ്രാപ്തിയുള്ള ഒരു പൈതലായിരുന്നു. ദൈവത്തിന് മഹത്വം. അംഗവൈകല്യങ്ങളില്ലാത്ത ഒരാൺകുട്ടി ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പൂർണത. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനല്ല ഈ പ്രഭാത സമയം ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. കർത്താവ് മനുഷ്യനെ 3 ഘട്ടങ്ങളാക്കി തിരിച്ച് നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചതിൻ്റെ ആ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുവാനാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം മനുഷ്യ ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ട്: ബാല്യം, യൗവനം, വാർദ്ധക്യം. ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാണ് കർത്താവ് അവിടെ പറഞ്ഞത്. മനുഷ്യരെ നോക്കി, ശിഷ്യന്മാരെ നോക്കി, തൻ്റെ മുൻപിൽ നിൽക്കുന്നതായ വിശ്വാസികളെ, സ്വർഗരാജ്യത്തിൽ ആര് പ്രവേശിക്കും, ആർക്കാണ് സ്വർഗരാജ്യത്തിൽ സമാധാനത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയുക എന്ന് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു വളരെ നിർബന്ധമായ ഒരു അന്വേഷണത്തെ കർത്താവ് കണ്ടുകൊണ്ട് അവരോട് പറയുകയാണ്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. മനുഷ്യ ജീവിതത്തിൽ ബാല്യകാലത്തിൽ നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ചോദിക്കും ഓരോ കാര്യങ്ങളും. ആത്മീയ ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും ബാല്യവും യൗവനവും വാർദ്ധക്യവുമുണ്ട്. ബാല്യകാലത്ത് എപ്പോഴും നമ്മൾ ചോദിക്കുന്നവരാ. പപ്പായോട് ചോദിക്കും, പപ്പ എനിക്ക് ഇന്നത് ആവശ്യമുണ്ട്, മമ്മി ഇന്നത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നവരാണെന്ന് വെച്ചാൽ അവരോട് ചോദിച്ചു വാങ്ങിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ നമുക്ക് തന്നെ സമ്പാദിക്കുന്നത് നമുക്കറിയില്ല. ആ അറിവില്ലാത്തത് കൊണ്ട് അറിവുള്ളവരോട് ചോദിക്കുന്നു, കഴിവുള്ളവരോട് ചോദിക്കുന്നു, എനിക്ക് തരണം. എന്നാൽ എപ്പോഴും ജീവിതത്തിൽ ചോദിക്കുന്നവരല്ല. ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം നാം തന്നെ അന്വേഷിക്കുന്നവരായി തീർന്നു. അന്വേഷിക്കുന്നവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ലേ എങ്കിൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് സകലതും ലഭിക്കും. ഒരു യൗവനക്കാരൻ അവൻ ജോലി അന്വേഷിക്കുന്നു, ജീവിതം അന്വേഷിക്കുന്നു, കുടുംബം അന്വേഷിക്കുന്നു. മറ്റുള്ളവരെ പോലെ അവനും തത്തുല്യമായി മാന്യതയുള്ളതായ ഒരു ജീവിത മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിനുശേഷം ആ ഒരു തസ്തികയും കഴിഞ്ഞതിന് ശേഷം അവൻ അല്പം കൂടെ വളർന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവന് സ്വസ്ഥത ആവശ്യം, വിശ്രാമം ആവശ്യം. അവൻ ഒരു വാതിലിൽ മുട്ടുകയാണ്. അന്വേഷിക്കുന്നവരും യാചിക്കുന്നവരും ഒന്നും അവർ മുട്ടുന്നില്ല. എന്നാൽ വേറൊരു കൂട്ടർ, അവസാനത്തെ കൂട്ടർ, ഒരു മനുഷ്യനിലെ അവസാന പകുതിയിലേക്ക് അവൻ എത്തുമ്പോൾ അവൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. കാരണം അവന് വിശ്രാമം വേണം, അവന് സ്വസ്ഥത വേണം. അവൻ്റെ ജീവിതത്തിൽ മുഴുവനും അന്വേഷണവും യാചനയുമായിരുന്നു.
എന്നാൽ അവൻ സ്വസ്ഥത അന്വേഷിക്കുന്ന കാലത്ത് അവൻ യാചിക്കുന്നവനെ പോലെ ആകരുത്, അന്വേഷിക്കുന്നവനെ പോലെ ആകരുത്. അവൻ അന്വേഷിച്ചു, അവൻ കണ്ടെത്തി. അവൻ യാചിക്കേണ്ട സമയത്ത് അവൻ യാചിച്ചു, അവന് കിട്ടി. അങ്ങനെ യാചിക്കാൻ അറിഞ്ഞുകൂടാത്തവരെ യാചിക്കാൻ കർത്താവ് പഠിപ്പിച്ചു. പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കറിയില്ല, കർത്താവേ ഗുരു ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അപ്പനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങുന്നതെന്ന് വളരെ വ്യക്തമായി ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ചു. എന്നാൽ ജീവിതകാലം മുഴുവനും ആ ഒരു ശിഷ്യത്വം നാം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് തന്നെ കർത്താവ് പറഞ്ഞ ആ രാജ്യത്തെക്കുറിച്ചുള്ളതായ ഒരു ഐഡിയ നമുക്ക് കിട്ടുകയില്ല. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ യാചിക്കുന്നവരായി തന്നെ നിൽക്കും. എന്നാൽ അല്പം കൂടെ വളരുമ്പോൾ, അന്വേഷിക്കുമ്പോൾ, ദൈവം നമുക്ക് ബുദ്ധിയും ജ്ഞാനവും ആരോഗ്യവും ബലവും ഒക്കെ തന്നു കഴിയുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് അന്വേഷിക്കുന്നത് അവൻ്റെ രാജ്യത്തെക്കുറിച്ചും അവൻ്റെ നീതിയെക്കുറിച്ചും നാം അന്വേഷിക്കണം, അത് കണ്ടെത്തണം, നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നാൽ അങ്ങനെ കണ്ടെത്തിയ മനുഷ്യൻ അതിൽ തന്നെ അവനങ്ങ് വസിച്ചുകൂടാ. അവൻ്റെ ജീവിതത്തിലൊരു വിശ്രാമം വേണം, അവനെ വിശ്രാമത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാം? അവൻ വാതിലിൽ മുട്ടുന്നവനായിത്തീരും. ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ വാതിലുകളിൽ മുട്ടുന്നവൻ അവൻ വിശ്രാമം അന്വേഷിക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് വേണ്ടി ആ വിശ്രാമത്തിൻ്റെ വാതിൽ തുറക്കുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരു കാലത്തും അന്വേഷണമോ കണ്ടെത്തലുകളോ ഒന്നും പ്രാപിക്കാതിരിക്കുന്ന മനുഷ്യന് വിശ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് അവിടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നോക്കൂ, നാം മുഖവുരയായി വായിച്ചത് അല്ലെങ്കിൽ കേട്ടതായ വേദഭാഗം സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ, പ്രാപ്തിയുള്ള ഒരു ആൺകുട്ടിയെ, ഒരു ഇരുമ്പുകോൽ കയ്യിൽ വയ്ക്കുവാനുള്ളതൊരു ആരോഗ്യമുള്ള ഒരു ആൺകുട്ടിയെ ആ സ്ത്രീ പ്രസവിച്ചു എന്ന് വളരെ അത്ഭുതകരമായ ഭാഷയിൽ, ഭാവനയിൽ, തത്തുല്യമായി, വളരെ വ്യക്തമായി തിരുവചനത്തിൽ നിന്നും പഠിക്കേണ്ടതായ ആഴമേറിയ സത്യങ്ങളുടെ പശ്ചാത്തലം യോഹന്നാൻ അപ്പോസ്തലൻ നമുക്കായി വിവരിച്ചു തരികയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവിതകാലം മുഴുവനും നാം യാചിക്കുന്നവരായാൽ നമ്മുടെ ജീവിതത്തിൽ ബാല്യത്തിൽ നിന്നുള്ളതായ ഒരു വിടുതലില്ല. എപ്പോഴും നമ്മൾ ശിശുക്കളെ പോലെയാവും. ശിശു ആയിരുന്നപ്പോൾ നാം ശിശുവിനെ പോലെ ചിന്തിച്ചു. എന്നാൽ നാം യൗവനക്കാരായപ്പോൾ നാം അന്വേഷിക്കുവാനിറങ്ങി. ഇത് സത്യമാണോ? ഏതാണ് സത്യം? ദൈവരാജ്യം എവിടെ? ദൈവരാജ്യം എവിടെ ലഭിക്കുന്നു എന്ന് നാം അന്വേഷിച്ച് കണ്ടെത്തുന്നു. മുത്തുകളെ അന്വേഷിക്കുന്നു, നല്ല ദിനങ്ങളെ അന്വേഷിക്കുന്നു, ദൈവത്തിൻ്റെ വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങനെ കടന്നു ചെല്ലുന്ന വ്യക്തി അവരുടെ ജീവിതത്തിലൊരു വിശ്രാമം അന്വേഷിക്കുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക്, വാർദ്ധക്യത്തിലേക്ക്, ഭൗമികമായ അർത്ഥത്തിലും ആത്മീകമായ അർത്ഥത്തിലും അവരുടെ ജീവിതത്തിലൊരു വിശ്രാമം ഉണ്ടാകുന്നു. എന്നാൽ നാം ഈ ലോകത്തിൽ നോക്കുമ്പോൾ എത്രയോ മനുഷ്യർ ജനിച്ചപ്പോഴേ പോലെ ഇരിക്കുക, അവരുടെ ജീവിതത്തിൽ ഒരു വളർച്ചയുമില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കാലങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും നിങ്ങളിപ്പോൾ ഗുരുക്കന്മാരെ പോലെ ആകുവാൻ പ്രായമുള്ളവരാണെങ്കിലും ഇപ്പോഴും നിങ്ങൾ പാൽ കുടിക്കുന്നവരാണ്, ശിശുക്കളായി തന്നെ ഇരിക്കുന്നു. വളർച്ചയില്ലാത്ത ജീവിതം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ അന്വേഷിക്കേണ്ടതായ അല്ലെങ്കിൽ യാചിക്കുന്ന കാലത്ത് നാം യാചിച്ചു, ചോദിച്ചു, വാങ്ങിച്ചു, അനേകരുടെ സഹായം നമുക്ക് ലഭിച്ചു. അപ്പോൾ നമ്മൾ ശിശുക്കളായിരുന്നു. എന്നാൽ ദൈവം നമ്മെ പ്രാപ്തരാക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നാം വിശ്വാസത്താൽ ജീവിക്കുന്നതായ ഒരനുഭവത്തിൻ്റെ ആ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് തുറക്കപ്പെടുന്ന വാതിലുകളെക്കുറിച്ച് കർത്താവ് പറയുന്നത്. അങ്ങനെയുള്ളവർ മുട്ടുന്നിടത്ത് ആ വാതിലുകൾ തുറക്കും. ആ വാതിലുകൾ തുറക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവർക്കൊരു വിശ്രാമത്തിന് വേണ്ടി, ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുന്ന അവസ്ഥ. ജീവിതത്തിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞിരുന്നാലും, വിശ്വാസ ജീവിതത്തിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞിരുന്നാലും, എത്ര കാലം നിൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ നീ പിന്നിട്ടിരുന്നാലും നിൻ്റെ ജീവിതത്തിലൊരു വിശ്രാമം ലഭിക്കുന്നില്ലേ? നിനക്കൊരു സ്വസ്ഥത ഉണ്ടാകുന്നില്ലല്ലോ, നിനക്കൊരു സമാധാനം ഉണ്ടാകുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഇതുവരെയും നിൻ്റെ ജീവിതത്തിൽ നീ അന്വേഷിച്ചിട്ടില്ല. മുമ്പേ അന്വേഷിക്കേണ്ടതായ പല കാര്യങ്ങളുണ്ടായിരുന്നു. അവൻ്റെ രാജ്യവും നീതിയും
ദൈവരാജ്യത്തിൻ്റെ വിശേഷത എന്താണ്, അവൻ്റെ നീതി പ്രവൃത്തികൾ എന്താണ്, നീ ജീവനോടിരിക്കുമ്പോൾ ചെയ്ത നീതിയുടെ ആഴങ്ങൾ എത്രയാണ്, എവിടെയെല്ലാം നീ നീതി പ്രവൃത്തികൾ നിനക്ക് മുടങ്ങിപ്പോയിട്ടുണ്ട്. അതിനെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ഒരു വിശ്രാമത്തിലേക്കുള്ളതായ ഒരു പാതയിലേക്ക് നമ്മെ കൊണ്ടുവരും. ആ വിശ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അതിനുശേഷം കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ കടക്കുക എന്ന് പറഞ്ഞാൽ വാതിലുകൾ തുറക്കുക, വിശ്രാമത്തിലേക്കുള്ള പ്രവേശനം. അങ്ങനെ പ്രവേശിക്കുന്നവർ അവർ എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ മാത്രമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം. എന്താണ് ഈ ദൈവത്തിൻ്റെ ഇഷ്ടം? അവൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിച്ച ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നാം അന്വേഷിക്കുന്നവരും കണ്ടെത്തുന്നവരും യാചിക്കുന്നവരുമായി ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിലൊക്കെയും പ്രവൃത്തിയുടെ ആ ഒരു പൂർണ്ണതയുടെ അനുഭവം, നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളെ നികത്തിക്കൊണ്ടുപോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഭവനത്തിൽ സ്വസ്ഥതയുണ്ടാകുന്നത്. എത്ര കാലങ്ങളായി നിങ്ങൾ കർത്താവിനെക്കുറിച്ച് അറിഞ്ഞു, ക്രിസ്തീയ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ നിങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. എത്ര വിശ്വാസത്തിൻ്റെ വീര്യതകൾ ദൈവം നിൻ്റെ ഭവനത്തിൽ ചെയ്തു, നിൻ്റെ ജീവിതത്തിൽ ചെയ്തു. നിനക്ക് യോഗ്യതയില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് കണ്ടെത്തുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കർത്താവ് നിനക്ക് വലിയൊരു ബലം നിനക്ക് ഈ നാളുകളിൽ തന്നു. കർത്താവിൻ്റെ ബലത്താൽ നീ സഞ്ചരിക്കുവാനിടയായിത്തീർന്നു. കർത്താവിൻ്റെ നാമത്തിൽ പല കാര്യങ്ങൾ ചോദിച്ചതൊക്കെ കർത്താവ് നിനക്ക് തന്നില്ലേ? അതിൻ്റെ അർത്ഥം നിന്നെ ഒരു ദിവസം നീ വിശ്രാമമുള്ളവനാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. വിശ്രാമത്തിൻ്റെ വാതിലുകളിലേക്ക് നിനക്ക് വേണ്ടി തുറന്നു തന്ന് ആ ഭവനത്തിൽ നിനക്ക് സ്വസ്ഥത നൽകുവാൻ, നീ ആയിരിക്കുന്ന ഭവനത്തിൽ നിനക്ക് സമാധാനമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം എപ്പോഴും ചോദിക്കുന്നവരായി, അന്വേഷിക്കുന്നവരായി, കണ്ടെത്താത്തവരായി, നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തിയില്ലാത്തവരായി, എപ്പോഴും പരാതിപ്പെടുന്നവരായി, എപ്പോഴും ആപരാധിപ്പെടുന്നവരായി തീരുമ്പോൾ ദൈവം ദൈവത്തിന് നമ്മളിൽ കൂടെ തൻ്റെ പ്രവൃത്തിയുടെ സാഫല്യത നമ്മളിൽ സമ്പൂർണ്ണമാക്കാൻ കഴിയാതെ വരുന്നു. ഈ പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ 3 അനുഭവങ്ങളെ അതിൻ്റെ കൃത്യതയോടെ നിർവഹിക്കുവാൻ ദൈവത്തിൽ നിന്ന് അഭ്യസ്തരായി തീരുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ സമ്പൂർണ്ണമാകുന്നത്. നാം ഒരു കാലത്ത് യാചിക്കുന്നവരായിരുന്നു. അതിനുശേഷം എന്ത് യാചിച്ചുവോ അതിനെ നാം കിട്ടുന്നത് എവിടെയെന്ന് അന്വേഷിച്ചു. അങ്ങനെ കിട്ടുന്നതിലെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം നാം ചെയ്യുമ്പോൾ നാം മുട്ടുന്നിടത്തൊക്കെയും തുറക്കപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ മുൻപിൽ കാണപ്പെടും. ഗോഡ് ബ്ലെസ് യു.